സാറേ ഇത്തവണയും ഈ പടക്കം പകുതി വിലയ്ക്ക് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് വാങ്ങിച്ചു വെച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. ആ. കഴിഞ്ഞ ആദ്യം പടക്കം മേടിച്ചു, ആ കൂട്ടത്തിൽ പൈനാപ്പിൾ ഒരു 4 ലോഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ചുവന്ന ലഡു ഉണ്ടായിരുന്നു. ഇത്തവണ ഒരു കറുത്ത ലഡു മേടിക്കുന്നത് നല്ലത്. ഇത്തവണ പാല നൽകുന്ന ഒരു പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? 101% പ്രതീക്ഷയുണ്ട്. 100 എല്ലാവരും പറയാറുള്ളൂ. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിന് പാലായിൽ ജയിച്ചിരിക്കും. കാരണം ഗ്രാമീണ മേഖലകളിലേക്കുള്ള വികസനം വളരെ ഭംഗിയായ രീതിയിൽ നടന്നിട്ടുണ്ട്. അത് ജനം ഓർത്തിരിക്കും. അത് ജനങ്ങളുടെ പൾസ് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ, അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ വികാരം മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും തിരഞ്ഞെടുപ്പിൻ്റെ ഭൂരിപക്ഷം എനിക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടക്കം എന്ന് തോന്നുന്നു. പ്രചാരണങ്ങൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. ഉമ്മൻചാണ്ടി സാറും എൻ്റെ പിതാവും തമ്മിൽ വളരെ ബന്ധമായിരുന്നു. എൻ്റെ പിതാവ് ഒരു MP ആയിരുന്നു, MLA ആയിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഉമ്മൻചാണ്ടി സാറുമായിട്ട് ദൃഢമായൊരു ബന്ധം അന്ന് തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരന്മാരൊക്കെ അദ്ദേഹത്തോടൊപ്പം KSUവിലും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഞാൻ പരിചയപ്പെടുന്നത് ലേറ്റായിട്ടാണ്, സ്പോർട്സിലൊക്കെ കഴിഞ്ഞൊക്കെ വന്നപ്പോഴാണ്. അപ്പോൾ അന്നേരം മുതലുള്ളൊരു ബന്ധം, ആ ബന്ധം തുടങ്ങിയ കാലം മുതൽ മരിക്കുന്ന കാലം വരെ അതേപടി തുടർന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. പല കാര്യങ്ങളിലും അദ്ദേഹം എന്നെ സഹായിച്ചിട്ടുണ്ട്, അത് മറക്കാനൊക്കെ ഇല്ല. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണകൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ വന്ന് അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിച്ചു പോകാനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, ആ ഭാര്യയും ഉള്ള അനുഗ്രഹവും ആശംസകളും തരികയും ചെയ്തു. ഇപ്രാവശ്യം മത്സരം കുറച്ച് ടൈറ്റ് ആയിരിക്കും പാലയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ജോസ് കെ മാണി അടക്കമുള്ള ആളുകൾ രംഗത്തുണ്ട്. അത് അവർ പറഞ്ഞു പുറത്തുനിന്നുള്ളതേ ഉള്ളൂ, അങ്ങനെയൊന്നുമില്ല, ഒരു ടൈറ്റും ഇല്ല. ഷോൺ ജോർജ് നിൽക്കുന്നത് BJP ആണെന്ന് പറയുന്നു, ഇപ്പോഴത്തെ ജോസ് കെ മാണി നിൽക്കുന്നത്. അത്ര ധൈര്യമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ മത്സര രംഗത്തേക്ക് ഇറങ്ങാമായിരുന്നല്ലോ. വേണോ വേണ്ടയോ, ഇപ്പോഴും രാജ്യസഭ രാജിവെക്കാതെ വന്നിരിക്കുന്നത്. രാജ്യസഭ രാജിവെക്കാതെ വന്നിരിക്കുന്നത് ഭയം കൊണ്ടാണ്. അല്ല, തൻ്റെ രാജ്യസഭ രാജിവെച്ചിരുന്നിരിക്കട്ടെ, മത്സരിക്കട്ടെ. ഷോൺ ജോർജ് വന്നുകൊണ്ട് പ്രത്യേകിച്ചൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. മലയോര മേഖലകളിൽ ഏറ്റവും കൂടുതൽ വികസനം ഞാൻ ഈ കഴിഞ്ഞ 6.5 വർഷമായിട്ട് കൊണ്ടുവന്നതാണ്. 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് തോന്നുന്നു, ഇല്ലിക്കക്കല്ലും ഇലവിഴ പുഞ്ചിറയും. ആയിരക്കണക്കിന് ആളുകൾ അവിടെ. ഇലവിഴ പുഞ്ചിറ പ്രത്യേകത സൺറൈസും സൺസെറ്റും കാണാം. അത്ര ഭംഗിയായ രീതിയിൽ മിക്കവാറും റോഡുകളെല്ലാം BMVC ലെവലിലാക്കി. അതെനിക്ക് ടൂറിസത്തെക്കുറിച്ചൊരു വിഷൻ ഉള്ളതുകൊണ്ടാണ്. സിനിമയിലുണ്ടായിരുന്ന ആളായതുകൊണ്ട് നാളുകളിൽ സിനിമ ഷൂട്ടിങ്ങുകൾ അവിടെ പ്രാഥമിക സൗകര്യങ്ങൾ ഒരുങ്ങിയാൽ വാഗമണ്ണിൽ നിന്ന് ഇല്ലിക്കല്ലിലൂടെ പുഞ്ചിറയിലേക്ക് 11 കിലോമീറ്റർ വീതമേ ഉള്ളൂ. ഒരു നല്ല റോഡും കൂടെ വന്നു കഴിഞ്ഞാൽ ടൂറിസത്തിൻ്റെ ഒരു സ്ഥിതി തന്നെ മാറും. ഒരുപക്ഷെ വാഗമണ്ണിനേക്കാൾ മേളിലേക്ക്, അത് 3000 അടി ഹൈറ്റിലായത് നിൽക്കുന്നത്, ടൂറിസം ഇവിടെ വികസിച്ചേക്കും. അതിൻ്റെ മെച്ചം പാലാ മുതൽ അങ്ങോട്ടുള്ള എല്ലാ പ്രദേശങ്ങൾക്കും കിട്ടും. അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മുമ്പോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ ജോസ് കെ മാണി അടക്കമുള്ള നേതാക്കൾ എന്ന് പറയുമ്പോൾ തന്നെ ജോസ് കെ മാണിയെ ഒരു ശക്തനല്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ ശരിക്കും ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ? അത് ജനമല്ലേ തീരുമാനിക്കേണ്ടത്, ഞാനല്ലല്ലോ. അദ്ദേഹം ശക്തനാണോ അല്ല എന്നുള്ള തിരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് അസസ് ചെയ്യാൻ കഴിയും. ഇപ്പം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികസന ചർച്ച എന്തായിരിക്കും? കാരണം പല വിഷയങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കും. കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് പാലായി പുറകോട്ടടിക്കുകയത്. ഭരണം അവരുടെ കയ്യിലിരിക്കുന്നു, അവരാ ഭരണത്തിലെ ഭാഗഭാക്കുകളാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ വിഘാതം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. മാണി സാറിൻ്റെ കാലത്ത് പണിതിട്ട സാധനങ്ങൾ പൂർത്തിയാക്കാൻ പോലും കോമൺ സെൻസോറാണ് അത് പൂർത്തിയാക്കും. അപ്പോൾ അത് പൂർത്തിയാക്കാൻ പോലും ഉള്ള ഫണ്ടും കാര്യങ്ങളും തരാതിരിക്കാൻ തീവ്രശ്രമം നടത്തി. ഈ 5 വർഷം ഈ അടുത്ത UDF ഗവൺമെൻറ്റാണ് വരുന്നെങ്കിൽ വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും പാലായെ സംബന്ധിച്ച്. 52 കൊല്ലം പാലാ കാണാത്ത വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നിരിക്കും. പാലാ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറും. രാമപുരവും ഭരണിങ്ങാണവും പിൽഗ്രിം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസായി മാറും. പാലായെ ടൂറിസം ഒരു ഹബ്ബായിട്ട് പ്രഖ്യാപിക്കും കേരളം. അതിനുശേഷം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും അവരുടെ രീതിയിലും പ്രഖ്യാപിക്കാൻ. ഈ ശബരിമല വിഷയം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, അത് ശരിയായ രീതിയിൽ UDFന് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്? തീർച്ചയായിട്ടും പറ്റിയല്ലോ. അതുകൊണ്ടാണല്ലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലൊക്കെ പറയുന്നത്. ജനം ഈ പിണറായി ഗവൺമെൻറ്റിനെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു വിടണം. ആർക്കിറങ്ങി കല്ലെറിയാനോ അടി കൊടുക്കാനൊന്നും പറ്റിയല്ലോ. ഇവരുടെ ഇരിക്കുന്ന ഏക ആയുധം വോട്ടല്ലേ. ആ വോട്ട് വരുമ്പോൾ കണ്ടു. മറ്റ് വിഷയങ്ങളിലാണെങ്കിലും ഇപ്പോൾ അവർ പറയുന്നത് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു പത്രപരസ്യം തന്നെ ഭയങ്കര ചർച്ചയായി മാറി. അതെ, പത്രപരസ്യവും PR ഏജൻസി വഴിയുള്ള പണിയൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. ഇത് ഏത് വികസനമാണ്? കൊച്ചി എയർപോർട്ട് അവരാണ് കൊണ്ടുവന്നത്, വിഴിഞ്ഞം പോർട്ട് അവരാണ് കൊണ്ടുവന്നത്. ഈ അതെല്ലാം ഉമ്മൻചാണ്ടി സാറിൻ്റെയും കെ.കരുണാകരൻ്റെയും കഴിവില്ലേ. അതുപോലെ റെയിൽ, മറ്റേ മെട്രോ അത് കൊണ്ടുവന്ന ആരാ? എന്താ ഇവിടെ കൊണ്ടുവന്നെന്ന് പറയുന്നത്? ഇവിടെ കുറേ അഴിമതി നടത്തി
ജനങ്ങളെ അടിമകളാക്കി ഭരിച്ചു. എന്നാൽ ഒന്നാം പിണറായി സർക്കാർ തെറ്റില്ലായിരുന്നു. കോവിഡ് വന്നു, നിപ്പ വന്നു, വെള്ളപ്പൊക്കം വന്നു. ആ സമയത്ത് ജനങ്ങളെ കരുതലോടുകൂടി കരുതിയ ഒരു ഗവൺമെൻറ്. ആ കരുതലിനാണ് കഴിഞ്ഞ രണ്ടാം ഭരണം കിട്ടിയത്. ഇനി അത് പ്രതീക്ഷിക്കണ്ട. പക്ഷേ BJP പറയുന്നൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നാണെങ്കിലും അവർക്ക് ഒരു വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്, സഭകൾ അവർക്കൊപ്പം ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് അവർ പൊതുവേ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? വോട്ട് എണ്ണി കഴിയുമ്പം നമ്മൾ തമ്മിൽ സംസാരിക്കാം. അവരുടെയൊക്കെ പ്രതീക്ഷയൊക്കെ എവിടെ പോകുന്നുണ്ടോ അപ്പോൾ കാണാം. ഓക്കെ. ഇപ്പോൾ ഈ ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങൾ പറയുമ്പോഴാണെങ്കിലും അവരിപ്പോൾ പറയുന്നത് കേരള സ്റ്റോറി അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് അവരെന്തോ കേരളത്തിൽ സംഭവിക്കുന്നുണ്ടെന്നുള്ള തരത്തിൽ പറയുന്നത്. അതിന് സഭയുടെ പിന്തുണ അടക്കമുണ്ട് എന്നാണ് BJP പറയുന്നതും. അതിലെന്തെങ്കിലും കഴമ്പുണ്ടാവും അങ്ങനെ പറയുന്നതിൽ? ആ പിന്തുണ ഒന്നവിടെ കാണിയാലും നമുക്ക് വ്യക്തമായിട്ടറിയാം. അത് ഇന്നലെ ഞാൻ പറഞ്ഞ റിസൾട്ട് വന്നു കഴിഞ്ഞ് നിങ്ങളിത് പറയാം, നമുക്കൊന്ന് കാണാം. സാറേ, ഇത്തവണയും ഈ പടക്കം പകുതി വിലയ്ക്ക് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് വാങ്ങിച്ചു വെച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. ആദ്യം പടക്കം മേടിച്ചു, ആ കൂട്ടത്തിൽ പൈനാപ്പിൾ ഒരു 4 ലോഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ചുമന്ന ലഡു ഉണ്ടായിരുന്നു. ഇത്തവണ അവർ കറുത്ത ലഡു മേടിക്കുന്നത് നല്ലത്.